അങ്ങനെ ഗൈസ് ഒരു ഔട്ടിങ്ങിന് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഹോസ്റ്റ് ചെയ്ത് ബാഗൊക്കെ കിട്ടി നേരെ മമ്മിയുടെ പപ്പയുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ പോയതിന് ശേഷമാണ് തീരുമാനിച്ച ഒരു സിനിമ കണ്ടാലോ എന്ന്. അങ്ങനെ സിനിമ കാണുന്നതിന് വേണ്ടി ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ പോയി എന്തൊക്കെയോ കഴിച്ച് ഗൈസ്. ഭയങ്കര ലാഗായിരുന്നു, വന്നില്ല. അതിനുശേഷം എന്തൊക്കെയോ ഓർഡർ ചെയ്ത് കഴിച്ചു ഗൈസ്. അതിനുശേഷം നമ്മൾ സിനിമ കണ്ടു ഗൈസ്. സിനിമ മലയാളി ഫ്രം ഇന്ത്യ. അതിനുശേഷം ഡെക്കത്തോളം ഉണ്ടാകും. ഡെക്കത്തോളം ഇപ്പോൾ എന്തൊക്കെയോ പട്ടിഷ കാണിച്ച് എന്തൊക്കെ വേവ് എന്തൊക്കെയോ ചെയ്ത് ഗൈസ്. ചുമ്മാ വെറുതെ പട്ടിഷ. അതിനുശേഷം നമ്മൾ മാളിൽ നമ്മൾ പോവാന്ന് പറഞ്ഞ് വിട പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ പോയി എന്തൊക്കെയോ ഐസ്ക്രീം എന്തോ കഴിച്ചു ഗൈസ്. എന്തോ പബ്ബാസി കയറി ഐസ്ക്രീം കഴിച്ചു. ഐസ്ക്രീമും ഭയങ്കര ലാഗായിരുന്നു ഗൈസ്. കാത്തിരുന്ന് ഒടുവിൽ ആ ഐസ്ക്രീം വന്നു. അതിനുശേഷം നമ്മൾ സുൽത്താൻ ബത്തേരിയിലേക്ക് പോയി ഗൈസ്. ഒരു കോട്ട കാണുമെന്ന് പറഞ്ഞ് പോയതാണ്. കോട്ട എന്ന് പറയുമ്പോൾ വലിയ ഇതൊന്നുമില്ല ഗൈസ്. ഒരു പഴയ കാലത്തെ ഒരു കെട്ടിടം എന്ന് വേണമെങ്കിൽ പറയാം. വലിയ കോട്ടയായിട്ടൊന്നും കാണുന്നൊന്നുമില്ല. പിന്നെ എന്തൊക്കെയോ ഒരു 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 നിഗൂഢമായ ഒരു സ്ഥലം. അങ്ങനെ സുൽത്താൻ ബത്തേരിയുടെ അടുത്ത് തന്നെ ഒരു ബോട്ടിംഗ് ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ബോട്ടിങ് കയറാനൊക്കെ തീരുമാനിച്ച് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഗൈസ് ആ ഒരു സ്ഥലത്തിനൊക്കെ. അങ്ങനെ ബോട്ടിൽ പോയി തണ്ണീർബാവി ബീച്ചിൽ പോകുന്നതായിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ തണ്ണീർബാവി ബീച്ചിൽ പോയി. നമ്മൾ ആക്ച്വലി ഇതല്ലാതെ വണ്ടിക്കകത്ത് പോകണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്താണെന്ന് വിചാരിച്ച് പിന്നെ ബോട്ടിൽ തന്നെ പോയി. ഇപ്പോൾ ബോട്ടിൽ പോയപ്പോഴാണ് വിചാരിച്ചത് നമ്മൾ ഡ്രസ്സൊന്നും എടുത്തില്ലായിരുന്നു. കുളിക്കണം എന്നൊക്കെ ചാടണം മറിയണം എന്നൊക്കെ ഓർത്തതായിരുന്നു. പക്ഷെ ഡ്രസ്സൊക്കെ കാരണം തന്നെയായിപ്പോയി. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോയി അവിടെ ബീച്ച് കണ്ട് തിരിച്ചു വന്ന അവസ്ഥയായിപ്പോയി ഗൈസ്. നമ്മൾ മറന്നുപോയി. അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോകണമായിരുന്നു കുളിക്കാൻ ചാടാനൊക്കെ. പക്ഷെ ഒരു കാര്യം ഗൈസ്, നമ്മൾ ആ വണ്ടി പോയായിരുന്നെങ്കിൽ ഈ ബോട്ടിങ്ങിലുള്ള വൈബ് അങ്ങ് മിസ്സായിപ്പോഴാണ്. ഒരു പ്രത്യേക ആംബിയൻസ് ആയിട്ട് ഒരു കിടുക്കാച്ച് വൈബ്. കാരണം ഈ വൈകുന്നേരങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരു അടിപൊളി കിടുക്കാച്ച് സാധനമാണ്. കാരണം ഈ കാറ്റൊക്കെ വീശിയിട്ടുണ്ടല്ലോ, ഒരു വൈബ് സാധനമായിരുന്നേ. ഇതിൽ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതിപ്പോൾ ബ്ലൂ ഫ്ലാഗ് ബീച്ചായിട്ട് മാറിയിട്ടുണ്ട്. നാഷണൽ ബീച്ചായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ത്യയിലെ 13ാമത്തെ ബീച്ചാണിത്. അങ്ങനെ അതിൻ്റെ കുറേ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ അടിപൊളിയായി. ഒത്തിരി ആൾക്കാരൊക്കെ ടൂറിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നിർഭാഗ്യവശാൽ നമുക്ക് കുളിക്കാൻ പറ്റിയില്ല ഗൈസ്. പിന്നെ നമ്മൾ അവിടുന്ന് മറ്റൊരു ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ ഫ്രെയിമൊക്കെ ചെയ്തായിരുന്നു. ലാമിനേഷൻ. ഫോട്ടോയൊക്കെ ചെയ്ത് അപ്പം തന്നെ പ്രിൻറ്റ് ചെയ്തിട്ടില്ല ഗൈസ്. അങ്ങനെ നമ്മൾ സൺസെറ്റിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്താലും അത്ര നേരം നിന്നില്ല ഗൈസ്. കുറച്ച് കഴിഞ്ഞ് നമ്മളങ്ങ് പോയി എന്തൊക്കെയോ ചായയോ എന്തൊക്കെയോ കഴിച്ചു. അപ്പോഴത്തേക്കാണ് അവിടെ ഒരുത്തൻ സർക്കസ് കാണിക്കുന്നത് കണ്ടത്. അവൻ ഉരുണ്ടടിച്ച് വരുന്നത് അവൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി ഗൈസ്. എൻ്റെ മോനെ എന്തൊക്കെയോ സർക്കസ് കാണിക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ കുറേ നേരം അവൻ്റെ സർക്കസും കണ്ടു കഴിഞ്ഞു. അങ്ങനെ ഗൈസ് നമുക്ക് മമ്മിക്ക് മീനിൻ്റെ ഒരു കൂട്ടം ചാകര പോലത്തെ സാധനമൊക്കെ കാണുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർഭാഗ്യവശാൽ ചാകര ഇല്ലാത്തത് കാരണം നമ്മൾ ഹാർബറിൽ പോയി മീൻ കാണിച്ചു ഗൈസ്. ഇങ്ങനെ ഒരു കൂട്ടം ഒരു ഷിപ്പ് നിറച്ച് മീൻ ഗൈസ്. എൻ്റെ പൊന്നെ, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത്. എൻ്റെ പൊന്നപ്പാ, മീനിൻ്റെ ഒളിമ്പനാറ്റങ്ങൾ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഇവരെ എങ്ങനെ ഇവിടെ നിൽക്കുന്നത് എനിക്ക് എൻ്റെ സംശയമായിപ്പോയി. ഇപ്പോഴത്തെ ഒരു ലോഡ് മീനാണ്. ഈ അയിലയും മത്തിയാണ് ഗൈസ്. എൻ്റെ മാടുത്ത് ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ തിരിച്ചു പോയി ഗൈസ്. തിരിച്ച് പോയത് നേരെ കദ്രി പാർക്കിൽ. എന്തായാലും അവിടെ നിന്ന് വിട്ടു കദ്രി പാർക്ക് എത്തി ഗൈസ്. എത്തിയപ്പോഴത്തേക്ക് രാത്രിയായി. എന്തായാലും സമയം കൊള്ളാം. രാത്രി എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ വാട്ടർ ഡാൻസ് പരിപാടികളൊക്കെ തുടങ്ങി ഗൈസ്. അങ്ങനെ വാട്ടർ ഡാൻസ് കണ്ട് അതിനെ ചുറ്റിപ്പറ്റി കുറേ ആൾക്കാർസൊക്കെ നിൽപ്പുണ്ടായിരുന്നു ഗൈസ്. അതിനുശേഷം നമ്മൾ കളിക്കാനൊക്കെ ഓടാനും ചാടാനൊക്കെ സമയം പോയി ഗൈസ്. നമ്മൾ ഒത്തിരി രാത്രിയായിപ്പോയി. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കളിക്കാനൊക്കെ പോകാമായിരുന്നു. പിന്നെ അവിടെ എന്തൊക്കെയോ ആൾക്കാരൊക്കെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഇതൊക്കെ ചെയ്ത് എന്തൊക്കെയോ മമ്മിയും പപ്പയും എന്തൊക്കെയോ ചെയ്യുന്നതാണ്. അതേ എന്തൊക്കെയോ എക്സസൈസോ. ഇപ്പം ഞാൻ ഷുഗറും കൊളസ്ട്രോളൊക്കെ കുറയ്ക്കുന്നതാണ് പറഞ്ഞേക്കുന്നത് ഇന്നത്തോടെ. ഞാൻ പറഞ്ഞു ഒരു ദിവസമൊന്നും കുറയത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെയോ ചെയ്ത് ഗൈസ്. പപ്പ അവിടെ കിടന്നുകൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അയ്യോ ദൈവമേ, കൊച്ചു പിള്ളേരെക്കാട്ടും കഷ്ടമാണ് ഗൈസ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ആൻറ്റി വീട്ടിൽ പോയി. അവിടെ ആൻറ്റി വീട് മമ്മിയുടെ പപ്പയുടെ പെങ്ങളുടെ വീട് അവിടെ അടുത്തായിട്ട് നമ്മളവിടെ പോയി കടന്ന് ഏണിച്ചു പോയി. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു കിടുക്കാഴ്ച വീട് കാണുന്നുണ്ട്. ബൈ.